ഇപ്പോൾ നല്ല വെയിലും ചൂടുമൊക്കെ ഉള്ള കാലാവസ്ഥയാണല്ലോ, അപ്പോൾ പുറത്തൊക്കെ കുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് തന്നെ പഴയൊരു അടുപ്പ് തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ നന്നായിട്ട് ചാണകം മെഴുകി 3 കല്ല് വെച്ചിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഏറെ പാചകങ്ങളും ഈ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. നല്ല രസമാണ് ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ. ചുറ്റുള്ള വെളിച്ചവും വെട്ടമൊക്കെ കണ്ടിങ്ങനെ നല്ല രസമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു മത്തിക്കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കഷ്ണങ്ങളായി നുറുക്കിയിട്ട്, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ തക്കാളിയും, അങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഈ അടുത്തായി കണ്ട റീലുകളിലൊക്കെ കണ്ടു ഈ മസാല, മീൻകറിയിലേക്കുള്ള മസാല ഇങ്ങനെ ഒരു കൂട്ട് പോലെ കലക്കിയിട്ട് ഇട്ടുന്നുണ്ട്. അപ്പം ഞാനും ഇതെന്തോ നല്ല എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഈ വാട്ടി വെച്ച, കുറച്ച് ചെറുതായിട്ട് വാട്ടി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് ഈ ഒരു പൊടികളൊക്കെ കൂടി പച്ചവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചേർത്താൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ സാധാരണ പൊടിയൊക്കെ അതുപോലെ ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ, പക്ഷേ ഇതിങ്ങനെ ഇപ്പോൾ വഴറ്റാനൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ കുടംപുളി ഇട്ട് വെച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല തിള വന്നപ്പോൾ അതിലേക്ക് മത്തിയാണ് കേട്ടോ, മത്തി ഇട്ട് കൊടുത്തു. നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ ഒരു 2-3 തണ്ട് നാടൻ കറിവേപ്പിലയും അതും കൂടെ ഇട്ട് കുറച്ച് ഇലയും പിന്നെ 1-2 വിറക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ കത്തിച്ചു. അങ്ങനെ കറി അവിടെ നിന്ന് സെറ്റായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മസാലക്കൂട്ടുകളൊക്കെ വെള്ളത്തിൽ കലക്കി വെച്ചത്. പക്ഷെ അത് നന്നായിട്ട് വന്നു. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി, നല്ല പൂളേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറിയായിരുന്നു. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ